Hi all, welcome to video on Environmental Engineering 2. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സീവർ അപ്പാർട്ട്മെന്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സീവർ അപ്പാർട്ട്മെന്റ്സിൽ ഓൾറെഡി നമ്മൾ മാൻഹോൾ എന്താണെന്ന് കണ്ടു. ഇനി നമുക്ക് നോക്കാനുള്ളത് ക്യാച്ച് ബേസിൻസ്, ഫ്ലഷിംഗ് ഡിവൈസസ്, ഇൻവേർട്ടഡ് siphon and ventilation of sewers. So far we have seen what is a shallow manhole, right? Then we have seen what is a normal manhole. Then deep manholes. അത് കൂടാതെ നമ്മൾ ഡ്രോപ്പ് manholes, lamp manholes അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സും നമ്മൾ കണ്ടു. ഇനി അടുത്തത് എന്താണ് ഒരു ക്യാച്ച് ബേസിൻ, എന്തിനാണ് ക്യാച്ച് ബേസിൻസ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഒരു ക്യാച്ച് ബേസിൻ നോർമലി യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോം വാട്ടർ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റോം വാട്ടർ കളക്ട് ചെയ്ത് സീവറിലേക്ക് പോകുന്നതിന് മുന്നേ അത്യാവശ്യം അതിൻ്റെ സിൽറ്റ്, ഡെബ്രിസ്, ഗ്രിറ്റ് എന്നിവ സെറ്റിൽ ചെയ്ത് ഓൾമോസ്റ്റ് മെജോറിറ്റി സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന പാർട്ടിക്കിൾസ് എല്ലാം തന്നെ ആ ബേസിനിൽ കളക്ട് ചെയ്തതിന് ശേഷം മച്ച് മോർ ക്ലിയർ വാട്ടർ സീവറിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ് ക്യാച്ച് ബേസിൻ. So catch basin are more small settling chambers, okay, of diameter 60 to 90 centimeter and depth 60 to 75 centimeter deep. അപ്പം ഇത് നമുക്കറിയാം റോഡ് സൈഡിൽ നിന്നൊക്കെ വരുന്ന സ്റ്റോം വാട്ടർ, അതിൻ്റെ അകത്ത് ഒരുപാട് സിൽറ്റ് ഉണ്ടാവും, ഗ്രിറ്റ് ഉണ്ടാവും, ഡെബ്രിസ് ഉണ്ടാവും, അതർ മെറ്റീരിയൽസ് ഉണ്ടാവും. അതെല്ലാം ഈ കവേർഡ്, അതായത് ഓപ്പണിംഗ് ടൈപ്പ് ഗ്രേറ്റിങ്സ് ഉള്ള കവറിങ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്തേക്കൂടെ വന്ന് വീണ് ഇവിടെ സെറ്റിൽ ചെയ്തതിന് ശേഷം, അപ്പോൾ ഇത് വഴി ഈ സെറ്റിൽ ചെയ്തതിന് ശേഷമുള്ള വെള്ളമായിരിക്കും എന്ത് ചെയ്യുന്നത്, സീവറിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, അറ്റ്ലീസ്റ്റ് ഒരു 60 സെന്റിമീറ്റർ എബവ് ഫ്രം ദ ഡെബ്രീസ് ആയിരിക്കും ഈ ഹുഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു ലെവലിനുള്ള വാട്ടർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പിക്കപ്പ് ചെയ്ത് കൊണ്ടുപോകുള്ളൂ. അപ്പോൾ മാക്സിമം നല്ലൊരു എമൗണ്ട് ക്ലിയർ വാട്ടർ ആയിരിക്കും എന്ത് ചെയ്യുക, സീവറിലേക്ക് പോവുക. അപ്പോൾ ഇത് നല്ലൊരു ഫെസിലിറ്റിയാണ്. പക്ഷെ ഒട്ടുമിക്ക കേസിലും നമ്മളിത് പ്രിഫർ ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സെറ്റിലിങ് നമുക്കറിയാം, സ്റ്റോം വാട്ടർ ഇങ്ങനെ സിൽറ്റും ഗ്രിറ്റും ഡെബ്രീസും അങ്ങനത്തെ മെറ്റീരിയൽസും പിന്നെ വേസ്റ്റ് വാട്ടർ ആയിട്ട് വരുന്ന വാട്ടർ കണ്ടന്റും എല്ലാം ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഒബ്വിയസ്ലി ദർ വിൽ ബി എ ചാൻസസ് ഓഫ് ന്യൂസൻസ് ഓഫ് മോസ്കിറ്റോ. അപ്പോൾ സെറ്റിൽ ചെയ്യുമ്പോൾ ഫോൾ സ്മെല്ല് വരും. അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മിക്കവാറും കേസിൽ ഇത് പ്രിഫർ ചെയ്യില്ല. കമ്പാരിറ്റീവ്ലി സിൽറ്റ് മാത്രം വരുന്ന ഒരു കേസൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു ക്യാച്ച് ബേസിൻ പ്രിഫർ ചെയ്യും. അപ്പം ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻ്റ്ലി ഈ സിൽറ്റ് ഡെബ്രീസ് ഒക്കെ ഇവിടെ അടിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്യേണ്ടി വരും, റിമൂവ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ടു പ്രിവെന്റ് എസ്കേപ്പ് ഓഫ് foul gases, a hood is provided so that the foul gases will be passing through the sewer line itself. So these are the main important parts of a catch basin. Like it has a cover on the top, then so that people walking along the footpath will not fall onto it. Okay, then the wall will be brick or masonry. Then at the bottom you will have space for silt deposition. എന്നിട്ടൊരു കുറച്ചൊരു സെന്റിമീറ്റർ, 60 സെന്റിമീറ്റർ ഹൈറ്റിൽ അബൌവിൽ എന്ത് ചെയ്യും, വാട്ടർ നമുക്ക് എടുക്കാൻ പറ്റും. ടോപ്പിലേക്ക് കൊടുക്കില്ല, ബോട്ടമിലേക്ക് എടുക്കില്ല. കാരണം ടോപ്പ് ഫ്ലോട്ടിംഗ് മെറ്റീരിയൽസ് ഒഴിവാക്കാൻ ഡൗൺ സെറ്റിൽഡ് പാർട്ടിക്കിൾസ് ഒഴിവാക്കുന്ന രീതിയിൽ സീവർ പൈപ്പ് ലൈൻ കൊടുത്ത് സീവറിലേക്കുള്ള വാട്ടർ, വേസ്റ്റ് വാട്ടർ പാസ് ചെയ്ത് പോകും. സോ ദിസ് ഈസ് ഹൗ എ ക്യാച്ച് ബേസിൻ ഈസ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇൻവേർട്ടഡ് സൈഫൺ. ഇൻവേർട്ടഡ് സൈഫൺ എപ്പോഴൊക്കെയാണ് വരുന്നത്, സപ്പോസ് യു ഹാവ് എ റോഡ് across which the sewer line has to pass. അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയിൽ വരുമ്പോഴേക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇൻവേർട്ടഡ് സൈഫൺ വരുന്നത്. അപ്പോൾ നമ്മുടെ റോഡിന് എഗെയിൻസ്റ്റ് നമ്മൾ പോകുന്ന സീവർ ആണെങ്കിൽ അത് അണ്ടർഗ്രൗണ്ട് വഴി ഒന്ന് ഡിപ്രസ് ചെയ്തിട്ടാണ് ഇപ്പുറത്തെ സൈഡിലേക്ക് വരുന്നത്. സോ ദീസ് ആർ ഓൾസോ നോൺ ആസ് ഡിപ്രസ്ഡ് സീവേഴ്സ്. ഓക്കെ, സോ beneath the ground ഇത് എന്ത് ചെയ്യും, this will flow under full pressure. Okay, so they are constructed whenever they had to cross a stream or deep cut or a road or a railway line. മിക്കവാറും കേസിൽ ഒരു റോഡ് അല്ലെങ്കിൽ റെയിൽവേ ലൈൻ ക്രോസ് ചെയ്യേണ്ടി വരുമ്പോൾ എന്ത് യൂസ് ചെയ്യും, ഒരു ഇൻവേർട്ടഡ് സൈഫൺ യൂസ് ചെയ്യും. പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു ഇൻവേർട്ടഡ് സൈഫൺ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ മെയിൻ്റെനൻസിന് പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ അണ്ടർഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ്റെ അടിയിലേക്കൂടെ പോകുന്നതുകൊണ്ട് തന്നെ മെയിൻ്റെനൻസ് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത്തരം കേസ് ഇങ്ങനെ ഒരു സീവേഴ്സ് നമുക്ക് വേറൊരു പോസിബിൾ സൊല്യൂഷൻ ഇല്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ഇതിലേക്ക് പോവുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻവേർട്ടഡ് സൈഫൺ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു സിംഗിൾ പൈപ്പ് ആയിരിക്കില്ല യൂസ് ചെയ്യുക. സിംഗിൾ പൈപ്പിന് പകരം 2 or more pipes
ആയിട്ടുള്ള സിസ്റ്റത്തിലേക്കായിരിക്കും ഇത് യൂസ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലേക്ക് നമുക്ക് എപ്പോഴും ഒന്ന് പറഞ്ഞോ ഇത് അണ്ടർഗ്രൗണ്ടിൽ പോകുന്നത് അണ്ടർ പ്രഷർ ആണെന്ന് പറയും. അണ്ടർ പ്രഷർ എന്ന് പറയുമ്പോഴേക്കും ദ പൈപ്പ് വോട്ട് എവർ ക്യാരിങ് ദ സീവേജ് ദ സീവർ ഷുഡ് ബി റണ്ണിങ് ഫുൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അണ്ടർ പ്രഷർ കാറ്റഗറിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പം നമുക്ക് നോക്കാം, ഇങ്ങനെ ഒരു ഇവിടെ ഇപ്പോൾ ഈ പ്ലാനിൽ തന്നിരിക്കുന്ന 2 പൈപ്പ് സിസ്റ്റം ആണ്. അതായത് ഇൻലെറ്റിൽ വരുന്നത് രണ്ട് പൈപ്പായിട്ട് മാറിയിട്ടാണ് പിന്നീട് വീണ്ടും ഔട്ട്ലെറ്റിൽ എത്തുമ്പോഴേക്ക് ജോയിൻ ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 2 or 3 പൈപ്പ് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതായത് മിനിമം ഫ്ലോ ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് പൈപ്പ് മിനിമം ഫ്ലോ ഉണ്ടാകുമ്പോൾ ഓക്കെ, ദെൻ ആവറേജ് ഫ്ലോ ഉണ്ടാകുമ്പോൾ സെക്കൻഡ് പൈപ്പ് റൺ ആവുന്നു. ഫുൾ ഡിസ്ചാർജ് അതായത് വെറ്റ് സീസണിലേക്കും കൂടി വരുമ്പോഴേക്കും ഫുൾ പവറിലേക്ക് വരുമ്പോൾ 3 കൂടി റൺ ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. അതല്ലെങ്കിൽ 2 പൈപ്പ് മിനിമം 2 പൈപ്പ് എന്തെങ്കിലും വേണ്ടി വരും. ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ അച്ചീവ് ചെയ്യേണ്ട പ്രോപ്പർട്ടി എന്താ, അണ്ടർ പ്രഷർ ആയിരിക്കണം. ദാറ്റ് ഈസ് ഫുൾ ഫ്ലോ ഉണ്ടായിരിക്കണം, പൈപ്പിന്റെ അകത്തേക്കൂടെ ഫുൾ ഫ്ലോ ഉണ്ടായിരിക്കണം. അപ്പൊ പൈപ്പിന്റെ അകത്തേക്കൂടെ ഫുൾ ഫ്ലോ ഉണ്ടാവണമെങ്കിൽ മിനിമം കണ്ടീഷനിലും ആ പൈപ്പ് ഫുൾ ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു കേസ് വരണമെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ പൈപ്പ് ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ ഒന്നിൽ കൂടുതൽ പൈപ്പ് വരുമ്പോൾ നമുക്കൊരു സപ്പോസ് ലൈക്ക് സിസ്റ്റം അറേഞ്ച്മെന്റ്സ് ഉണ്ടാവും. ആദ്യത്തെ വേറെ ചാനൽ ഫുൾ ആകുമ്പോഴേക്കും ഫസ്റ്റ് പൈപ്പിലേക്കായിരിക്കും വെള്ളം പോകുക. അപ്പൊ ഫസ്റ്റ് പൈപ്പിലേക്കൂടെ വെള്ളം പോകും. അപ്പോൾ നിങ്ങളുടെ സെക്ഷണൽ വ്യൂവിൽ ഒരു പൈപ്പ് മാത്രമേ കാണുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും, ഇവിടെയൊക്കെ നിങ്ങൾക്ക് പാർഷ്യൽ ഫ്ലോ ആയിരിക്കും. അതായത് ഈ പൈപ്പ് നിങ്ങൾക്ക് ഡയമീറ്റർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഒരു ഫുൾ ഫ്ലോ സിറ്റുവേഷൻ വരില്ല. അപ്പൊ ഇങ്ങനെ ഒരു ഫില്ലിംഗ് വരുമ്പോഴേക്കും ഇവിടെ ഒരു പാർഷ്യൽ ഫ്ലോ ആയിരിക്കും. നേരെ മറിച്ച് ഈ ഒരു പോർഷൻ ഇങ്ങനെയാണ്, ഈ ഒരു പോർഷനിൽ ഇത്രയും പോർഷനിലേക്ക് ഇതെന്ത് സംഭവിക്കും, ഫുൾ ഫ്ലോ ആണ്. അതായത് ഈ പൈപ്പിന്റെ അകത്ത് കംപ്ലീറ്റ്ലി വാട്ടർ ഉണ്ട്. അപ്പൊ അത്തരം കേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അണ്ടർ പ്രഷർ ഫ്ലോ, അല്ലെങ്കിൽ ദിസ് ഈസ് ദ സീവർ ഈസ് ഫ്ലോയിങ് അണ്ടർ പ്രഷർ. അപ്പൊ ഇത് ഫുൾ ഫ്ലോ ആകുമ്പോഴും പ്രഷർ നന്നായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. ആ ഒരു പ്രഷറിൽ തന്നെ എന്ത് ചെയ്യും, കംപ്ലീറ്റ് സീവേജ് whatever there inside this sewer will be pushed forward to the outlet. ആ രീതിയിലാണ് ഈ ഒരു ഇൻവേർട്ടഡ് മെക്കാനിസം വർക്ക് ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും പൈപ്പിന്റെ അകത്ത് ഫുൾ പ്രഷർ ആയിരിക്കണം, സോ ഫുൾ ഫ്ലോ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പൈപ്പ് മിനിമം ഫ്ലോ കണ്ടീഷനിലായിരിക്കും ഓപ്പൺ ആയിട്ടുണ്ടാവുക. അപ്പൊ മിനിമം ഫ്ലോ കണ്ടീഷനിൽ ചെറിയ പൈപ്പ് എപ്പോഴും വർക്ക് ചെയ്യും. എപ്പോഴാണ് ഈ വെയറിലേക്ക് കൂടെ അധികം എക്സസ് ഫ്ലോ വരുന്നത്, അപ്പൊ എന്ത് ചെയ്യും, ഇറ്റ് വിൽ ജസ്റ്റ് പമ്പ് ഔട്ട് ടു ദി സെക്കൻഡ് പൈപ്പ്. അപ്പൊ സെക്കൻഡ് പൈപ്പിലേക്ക് വരുമ്പോഴേക്കും ഫസ്റ്റ് പൈപ്പും ഫ്ലോ ചെയ്യും, സെക്കൻഡ് പൈപ്പും ഫ്ലോ ചെയ്യും. അതും ഫുൾ ആവുമ്പോഴേക്കും എന്ത് ചെയ്യും, ഇറ്റ് വിൽ ജസ്റ്റ് come out to the position of third pipe. അപ്പോൾ ഫസ്റ്റ് 2 പൈപ്പും ഓടും, അതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യും, മൂന്നാമത്തെ പൈപ്പും കൂടി റൺ ചെയ്യുന്നത്. അപ്പൊ ഈ രീതിയിലാണ് ഇൻവെർട്ടഡ് സൈഫൺ മെക്കാനിസം വർക്ക് ചെയ്യുക. അപ്പൊ ഒന്നിൽ കൂടുതൽ പൈപ്പ് വേണം, മെയിൻ്റെനൻസ് പ്രോപ്പർ ആയിരിക്കണം. അണ്ടർഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ മെയിൻ്റെനൻസിന് ഡിഫിക്കൽട്ടി ഉണ്ടാവും. പക്ഷെ ഫുൾ ഫ്ലോയിലാണെങ്കിൽ കംപ്ലീറ്റ് സീവേജ് എന്ത് ചെയ്യും, പുഷ് ചെയ്ത് ഔട്ട്ലെറ്റിലേക്ക് വരും. സോ ദിസ് ഈസ് ഹൗ എ ഇൻവെർട്ടഡ് സൈഫൺ വർക്ക്സ് ഔട്ട്. So if you want to see the working, it consists of an inlet chamber, an outlet chamber, and 3 pipes laid parallel to each other. 2 or more pipes. Usually 3 pipes. It depends upon the region and the type of sewage and the quantity of sewage. ആ രീതിയിൽ 2 or more pipes നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. But so to achieve self-cleansing the minimum flow should be ensured. The pipe has to always be under full pressure. Okay, so for that purpose you have to use 2 or more pipes. So first channel pipe 1 will operate during the minimum dry weather flow. Then channel 2 will operate in between condition of minimum and maximum dry weather flow, and then during the wet weather flow the pipe 3 will be working. Okay, so this is how it works out. ഇനി നമുക്ക് എപ്പോഴും സീവറിൽ കംപ്ലീറ്റ് സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി അച്ചീവ് ചെയ്യണമെന്നില്ല എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി ഒരു സീവർ ലൈനിൽ, അതായത് ഒരു സിറ്റിയിൽ നമുക്കൊരു ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് പല ദിക്കുന്ന സീവർ ലൈൻസ് വരുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഓരോ സീവർ ലൈനിലും അറ്റ്ലീസ്റ്റ് ഇൻ എ ഡേ 1 time that sewer has to go under സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി എന്നാണ് പറയുന്നത്. അതായത് ഒരിക്കലും ഓരോ ദിവസം കഴിയുമ്പോഴേക്കും അതിൻ്റെ അകത്തുള്ള സിൽറ്റ് ഡെപ്പോസിറ്റ് കൂടി വരാൻ പാടില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇൻ എ ഡേ ഒരു തവണയെങ്കിലും അത് ക്ലീൻ ചെയ്ത് പോകണം. അത് സെൽഫ് ക്ലീനിങ് ആണെങ്കിൽ തന്നെ അത്രയും നന്ന്. അപ്പോൾ ആ ഒരു സെൽഫ് ക്ലീനിങ് വെലോസിറ്റി ഒരു ദിവസത്തിൽ ഒരു തവണയെങ്കിലും അച്ചീവ് ചെയ്യണം എന്ന് പറയും. പക്ഷെ പലപ്പോഴും പല സ്റ്റേജിലും പല ദിക്കിലും നമുക്ക് ഈ ഒരു സെൽഫ് ക്ലീനിങ് വെലോസിറ്റി അച്ചീവ് ചെയ്യാത്ത പൊസിഷൻസും ഉണ്ടാവാം. അപ്പോൾ അത്തരത്തിലുള്ള പൊസിഷനിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന എക്സ്റ്റേണൽ ഡിവൈസ് ആണ് ഫ്ലഷിംഗ് ഡിവൈസ്. അതായത് അതിൻ്റെ അകത്ത് തന്നെ നമ്മളൊരു ഫ്ലഷിംഗ് മെക്കാനിസം ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഫ്ലഷിംഗ് ഡിവൈസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫ്ലഷിംഗ് ഡിവൈസ് തന്നെ നമുക്ക് മാനുവലി ഓപ്പറേറ്റിംഗ് ഫ്ലഷിംഗ് ഡിവൈസസും ഉണ്ടാവാം, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഓപ്പറേറ്റിംഗ് ഫ്ലഷിംഗ് ഡിവൈസസും ഉണ്ടാവാം.
അപ്പോൾ ഒരു മാനുവൽ ഫ്ലഷിംഗ് ടാങ്ക് ആയാലും ഓട്ടോമാറ്റിക് ഫ്ലഷിംഗ് ടാങ്ക് ആയാലും ഇതിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ വിൽ ബി ഹോൾഡ് ഫോർ സം ടൈം. ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ ഒരു പെർട്ടിക്കുലർ ടാങ്കിൽ കുറച്ച് അളവിൽ വെള്ളം ഹോൾഡ് ചെയ്ത് വെക്കും. എന്നിട്ട് ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ഈ വാട്ടർ അങ്ങ് റിലീസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. സീവറിലേക്ക് ഈ വാട്ടർ അങ്ങ് റിലീസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും എന്ത് സംഭവിക്കും? നമുക്ക് സെൽഫ് ക്ലൻസിങ് വെലോസിറ്റി ഇതുവരെ ഇല്ല. സഫീഷ്യൻറ്റ് വാട്ടർ വരുമ്പോഴേക്കും ആ സെൽഫ് ക്ലൻസിങ് വെലോസിറ്റി അച്ചീവ് ചെയ്യും. ആ സീവർ ലൈൻ ആ ലെങ്ത്, ആ പെർട്ടിക്കുലർ ലെങ്ത് എന്ത് ചെയ്യും? ക്ലീൻ ചെയ്തങ്ങ് പോകും. അപ്പം ഓട്ടോമാറ്റിക് ആണെങ്കിൽ പെർട്ടിക്കുലർ ടൈമിൽ റിപ്പീറ്റഡ് ആയിട്ട് ആ പ്രോസസ്സ് നടക്കും. മാനുവൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വാട്ടർ അൺപ്ലഗ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അൺപ്ലഗ് ചെയ്ത് കൊടുക്കുമ്പോൾ വാൽവ് റിലീസ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ആ ടാങ്കിൽ നിന്നുള്ള വാട്ടർ ആ സീവറിലൂടെ പാസ് ചെയ്ത് പോകും. ജസ്റ്റ് ഇറ്റ് വിൽ ഫ്ലഷ് ഔട്ട് ലൈക്ക് ദ സെയിം ലൈക്ക് ഫ്ലഷിംഗ് മെക്കാനിസം വാട്ട് വി യൂസ് ഇൻ അവർ ഹൗസ് ഹോൾഡ് പർപ്പസ്. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഫ്ലഷിംഗ് ടാങ്ക് യൂസ് ചെയ്യുന്നത് അതേപോലെ മാനുവലി ചെയ്യാം. അതല്ലാതെ നമ്മൾ വേണമെങ്കിൽ ഓട്ടോമാറ്റിക് സെറ്റപ്പും ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഒരു ഓട്ടോമാറ്റിക് സെറ്റപ്പ് ആണെങ്കിൽ അത് ഇങ്ങനെയാണ് ഉണ്ടാവുക. ദിസ് വിൽ ബി ഹാവിങ് എ കണ്ടിന്യൂസ് വാട്ടർ സപ്ലൈ ടു ദി ടാങ്ക്. ഇതായിരിക്കും നമ്മുടെ സീവർ പൈപ്പ്. അപ്പോൾ ഈ സീവർ പൈപ്പിലേക്ക് ഒരു റെഗുലർ ടൈം പീരീഡിൽ എന്ത് ചെയ്യണം? വാട്ടർ ഈ ഒരു സൈഫൺ മെക്കാനിസത്തിലേക്കൂടെ ഇജക്ട് ചെയ്ത് പുറത്തേക്ക് പോകണം. അപ്പോൾ ദിസ് ഹാസ് എ ബെൽ അറ്റ് ദ ടോപ്പ്. Okay, and the water will be discharged to this tank through this one. ഇതിന്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് പറയാം. അതിന് മുന്നേ എന്തൊക്കെയാണ് പാർട്സ് ഉള്ളത് നമുക്ക് നോക്കാം. So it consists of a masonry concrete chamber, okay, for filling up the water. അതിൻ്റെ അകത്ത് U-tube ഈ ഒരു ട്യൂബിനെയാണ് നമ്മൾ U-tube with a bell cap. Okay, a U-tube with a bell cap will be there at one end. Okay, other end will be with the sieve. Whenever the water increases in the chamber, it also increases in the bell cap, and soon whenever it reaches a certain level, siphonic action happens. അപ്പോൾ ആ siphonic action happen ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? സീവറിലേക്ക് കംപ്ലീറ്റ്ലി വാട്ടർ പുഷപ്പ് ചെയ്ത് പോകും. ആ സീവർ ലൈൻ ക്ലീൻ ചെയ്ത് സെൽഫ് ക്ലീനിങ് വെലോസിറ്റി അച്ചീവ് ചെയ്ത് ക്ലീൻ ചെയ്ത് പോകും. അപ്പോൾ ഓരോ പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് കഴിയുമ്പോഴും ഏകദേശം 900 to 1400 liters of water എന്ത് ചെയ്യും? ഫ്ലഷ് ചെയ്യും ആ ടാങ്കിൽ. To see out the mechanism, let us take a tank with U-tube bell cap arrangement. Now see, this is the tank, okay, and instead of U-tube I have given you here another tube, L-tube, and upon which you have the bell shape arrangement. അപ്പോൾ ഈ രീതിയിൽ ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്കൊരു ടാങ്ക് ഉണ്ട്. ടാങ്കിൻ്റെ അകത്ത് വാട്ടർ ഫില്ല് ചെയ്യാൻ ഉള്ളൊരു ഫെസിലിറ്റി ഉണ്ട്. കണ്ടിന്യൂസ്ലി വാട്ടർ ഫ്ലോ ചെയ്യുന്നുണ്ടാവും. ആ ടാങ്കിൻ്റെ അകത്തേക്ക് ഈ വാട്ടർ ഫിൽ ചെയ്യുമ്പോഴേക്ക് ഈ ട്യൂബിൻ്റെ അകത്തേക്കൂടെ സീവറിലേക്ക് പോകുന്ന ഒരു സെറ്റപ്പാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ കവർ ചെയ്തിട്ട് ഒരു ബെൽ പൊസിഷൻ, ഈ ഒരു കവർ ഒരു ബെൽ ക്യാപ്പ് കവറാണെന്ന് വിചാരിക്കും. അപ്പം നമ്മൾ ഇങ്ങനെ വാട്ടർ ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ വാട്ടർ വിൽ സ്റ്റാർട്ട് ടു ഫിൽ ലൈക്ക് ദിസ്. അപ്പം ഇതുവരെ ഫില്ല് ചെയ്ത് നെക്സ്റ്റ് ഫില്ലിങ്ങിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് വിൽ ക്രിയേറ്റ് എ ക്ലോസിങ് ഷേപ്പ്. ഈ വാട്ടർ കംപ്ലീറ്റ്ലി ഇവിടെ ക്ലോസ് ചെയ്ത് വന്ന് ഇതൊരു സീൽ ചെയ്യുന്ന രീതിയിലേക്ക് വരും. അപ്പം ഇങ്ങനെ ഒരു സീൽ വരുമ്പോഴേക്ക് എന്താ സംഭവിക്കുന്നത്? ദിസ് ട്യൂബ് ആൻഡ് ദ എയർ ഗെറ്റ്സ് ഡിസ്കണക്റ്റഡ്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറുമായിട്ട് അറ്റ്മോസ്ഫിയറിക് എയറുമായിട്ട് കോൺടാക്ട് ചെയ്യാത്ത രീതിയിൽ ഈ വാട്ടർ എന്ത് ചെയ്യും? ഒരു സീലിംഗ് ക്രിയേറ്റ് ചെയ്യും. ആ ഒരു സീലിംഗ് കാരണം തന്നെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ വാട്ടർ വിൽ വാട്ടറിന് അകത്തോട്ട് കയറി പോകാനുള്ള ഒരു ടെൻഡൻസി കാണും. ഈ എയറിന് എന്ത് ചെയ്യും? മുകളിലോട്ട് കയറി പോകാനുള്ള ഒരു ടെൻഡൻസി കാണും. സോ ദിസ് വിൽ ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ടു ഫില്ലിംഗ് ഡൗൺവേർഡ്. ഓക്കെ, സോ ദിസ് വിൽ ഫിൽ ഡൗൺവേർഡ് ആൻഡ് സ്ലോലി നമ്മൾ ഫില്ല് ചെയ്ത് പോകുന്നതിനനുസരിച്ച് വാട്ടർ ലെവൽ, ടാങ്കിന്റെ വാട്ടർ ലെവൽ കുറഞ്ഞു വരും. ഇതാണ് ആ സൈഫണിങ് മെക്കാനിസം. അപ്പോൾ സൈഫണിങ് മെക്കാനിസം എത്ര വരെ പോകും എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും എയർ കോൺടാക്ട് വരുന്നതാണ്. സീ ഹിയർ, വീണ്ടും നമുക്ക് അറ്റ്മോസ്ഫിയറിക് എയർ കോൺടാക്ട് വരുവാണ്. അപ്പോൾ എയർ കോൺടാക്ട് വരുമ്പോഴേക്കും എന്ത് ചെയ്യും? again starts the disconnecting of water. അപ്പോൾ വാട്ടർ ഡിസ്കണക്റ്റ് ആയി വീണ്ടും നമ്മുടെ പൈപ്പ് എന്ത് ചെയ്യും? വീണ്ടും വാക്വത്തിലേക്ക്, എയറിലേക്ക് പോയി. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ തവണയും റിപ്പീറ്റഡ് ആയിട്ട് എന്ത് സംഭവിക്കുന്നത്? ഈ ഒരു സൈഫണിങ് ആക്ഷൻ പ്രോസസ്സ് നടക്കുന്നത്. So this is how a automatic flushing tank with inlet chamber, U-tube and a bell cap arrangement works out. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം
നമ്മളൊരു മാൻഹോൾ എന്താണെന്ന് കണ്ടു, ക്യാച്ച് ബേസിൻസ് എന്താണ് കണ്ടു, ഫ്ലഷിംഗ് ഡിവൈസസ് കണ്ടു, ഇൻവെർട്ടഡ് സൈഫൺ എന്താണെന്ന് കണ്ടു. ഇനി നമുക്ക് ഇത് കൂടാതെ കുറച്ച് അഡീഷണൽ ഡിവൈസസ് ഉണ്ട്, ലൈക്ക് സ്ട്രീറ്റ് ഇൻലെറ്റ്സ്. സ്ട്രീറ്റ് ഇൻലെറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റോഡ് വേസ് എന്നൊക്കെ വരുന്ന സ്റ്റോം വാട്ടർ കളക്ട് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി. സോ ദിസ് ഈസ് ദ ടൈപ്പ് ഓഫ് സ്ട്രീറ്റ് ഇൻലെറ്റ്സ് വാട്ട് വി സീ. അപ്പോൾ നമുക്ക് നോക്കാം, ഇത് ഈ രീതിയിലുള്ള സ്ട്രീറ്റ് ഇൻലെറ്റ്സ് ആയിരിക്കാം, അതല്ലെങ്കിൽ നേരത്തെ നമ്മൾ ക്യാച്ച് ബേസിൻ കാണിച്ച പോലത്തെ രീതിയിലുള്ള സ്ട്രീറ്റ് ഇൻലെറ്റ്സ് ആവാം. ഇതൊക്കെ ചെയ്യുമ്പോഴും എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ സിൽറ്റ് ഡെപ്പോസിറ്റ്സ് ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്ന പാകത്തിൽ ചേമ്പറിൻ്റെ അകത്ത് സ്പേസ് കൊടുത്തിട്ട് ഒരു അലവൻസ് ഇട്ടിട്ടുള്ള പോർഷൻ, അപ്പർ പോർഷൻ എന്നായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ സ്റ്റോം വാട്ടർ സീവറിലേക്ക് പാസ് ചെയ്യും. സോ ദാറ്റ് മെജോറിറ്റി ഓഫ് ദ സിൽറ്റ് വിൽ ലേ ഇൻ ദിസ് ചേമ്പർ ഇറ്റ്സെൽഫ് വിത്തൗട്ട് പാസിംഗ് ഇൻ ടു ദി സീവർ. അത്രമാത്രം ലോഡ് നമുക്ക് എന്ത് ചെയ്യാം, സീവറിലേക്ക് വരുന്നത് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിലുള്ള സ്ട്രീറ്റ് വാട്ടർ ഇൻലെറ്റ്സ് മാത്രം ക്യാരി ചെയ്യാൻ സിമിലർ ലൈക്ക് ക്യാച്ച് ബേസിൻസ് തന്നെയാണ് ഇത് സ്ട്രീറ്റ് ഇൻലെറ്റ്സ് എന്ന് സ്പെഷ്യലി പറയാൻ കാരണം ഇത് സ്ട്രീറ്റ് വാഷിങ്സിനെ ക്യാരി ചെയ്യാനുള്ള ഒരു പേർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, ഇനി ഇതല്ലാതെ ഇതേ പേർപ്പസിൽ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു ക്യാച്ച് ബേസിൻസ് പറയുമ്പോൾ ടോപ്പിലുള്ള വാട്ടർ എടുക്കില്ല, അടിയിലുള്ള വാട്ടർ എടുക്കില്ല. അപ്പൊ അത്തരത്തിൽ ഗ്രീസി ഓയിൽസ് ഒക്കെ ഉള്ള ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ സ്റ്റോം വാട്ടർ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്ലേസിൽ നമുക്ക് സാൻഡ് ഓർ ഗ്രീസ് ആൻഡ് ഓയിൽ ട്രാപ്സ് ഉള്ള രീതിയിലുള്ള ഫെസിലിറ്റി ചേമ്പേഴ്സും യൂസ് ചെയ്യാം. അപ്പൊ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവിടെ സീവർ നമ്മൾ ടോപ്പ് ലെയറിൽ കൊടുക്കാതെ ഇന്നർ ലെയറിലേക്ക് കൊടുത്ത് ഓയിൽ വരാത്ത രീതിയിലുള്ള വാട്ടർ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് സീവറിലേക്ക് പമ്പ് ഔട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. സോ ദാറ്റ് ഇങ്ങനെ നമ്മൾ ഓയിൽസ് ഒക്കെ ഒഴിവാക്കുകയാണെങ്കിൽ സ്മൂത്ത് ഫംഗ്ഷനിങ്, റെഗുലർ ക്ലീനിങ്, അധികം മെയിൻ്റെനൻസ് ഇല്ലാതെ നമുക്ക് സീവറിൽ കൊണ്ടുപോകാൻ പറ്റും. സോ ദീസ് ആർ ദ അഡീഷണൽ എക്യുപ്മെന്റ്സ് ദാറ്റ് വി ക്യാൻ യൂസ്. പോയി നമുക്ക് കമ്മിങ് മൊഡ്യൂൾസിൽ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ പറ്റും. Now let us move to the ventilation of sewers. എന്തിനാണ് ഒരു സീവറിൽ നമ്മൾ വെന്റിലേഷൻ കൊടുക്കേണ്ട ആവശ്യം? ഒരു വെന്റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ലൈക്ക് ദിസ്, ഇറ്റ് വിൽ ഹാവ് എ കൗൾ, then the gases will moving facility to for the gas to move upward. Okay, അപ്പോൾ ആ രീതിയിൽ നമ്മളൊരു സീവറിൽ ഒരു വെന്റിലേഷൻ കൊടുക്കേണ്ട ആവശ്യം എന്താണ്? ഒട്ടുമിക്ക കേസിൽ ഒരു സീവറിൽ what happens is the main process happening inside the sewer is the decomposition of the organic material. As time move, നമ്മൾ more and more time the water lays in the sewer itself. എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ sewage this will start to decompose. Decompositionന്റെ ഒരു by product ആണ് the production of foul gases. Okay, ഈ foul gases these are harmful to human health, നമുക്ക് already അറിയാം. Okay, and ഇത് കൂടുതൽ ടൈം നമ്മുടെ സീവറിൽ കിടക്കുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നു വെച്ചാൽ സീവർ പൈപ്പ് വിൽ കൊറോഡ്. സീവറിൽ സീവർ പൈപ്പ് കൊറോഡ് ചെയ്യാൻ തുടങ്ങും. ഇനി again if as time increases this gas will കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ these are highly explosive. അപ്പോൾ അങ്ങനെ ഒരു highly explosive nature ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് at sufficient ടൈമിൽ സഫിഷ്യന്റ് പ്ലേസിൽ ലൊക്കേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം വെന്റിലേഷൻസ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ ഫൗൾ ഗ്യാസസ് മുകളിലോട്ട് എസ്കേപ്പ് ചെയ്ത് പോകും. അപ്പം നല്ല രീതിയിൽ നമുക്ക് എവറി 80 or 100 meters നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇങ്ങനെ ഒരു ഫൗൾ ഗ്യാസ് എമിഷന് വേണ്ടിയിട്ട്, അതായത് ആ മാൻഹോൾസിൽ പ്രോപ്പറായിട്ട് ഫ്രഷ് എയർ നിൽക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഒരു വെന്റിലേഷൻ കൊടുക്കേണ്ടി വരും. ഇങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് മാൻഹോളിൽ വീണ് പോയി, അപകടത്തിൽപ്പെട്ടുപോയി, മാൻഹോളിൽ ഇറങ്ങിക്കഴിഞ്ഞ് ശ്വാസം കിട്ടാതെ പോയി, അല്ലെങ്കിൽ അപകട നിലയിലേക്ക് പോയി, കുഴഞ്ഞു വീണു, അങ്ങനത്തെ കേസുകളൊക്കെ കേൾക്കാറുണ്ട്. അതെല്ലാം കാരണം എന്താണ്, ഈ ഒരു ഹൈ കോൺസെൻട്രേഷൻ ഉള്ള ഫൗൾ ഗ്യാസസ് ആ ചേമ്പറിന്റെ അകത്ത് കിടക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഫൗൾ ഗ്യാസ് കോൺസെൻട്രേഷൻസ് കൂടി വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, ഓരോ 100 മീറ്റർ കൂടുമ്പോഴും അല്ലെങ്കിൽ ഫൗൾ ഗ്യാസിന്റെ കോൺസെൻട്രേഷൻ എത്രയാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ വെന്റിലേഷൻ ഡിവൈസസ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നു. സോ ദിസ് ഈസ് ദ മിനിയേച്ചർ ടൈപ്പ് ഓഫ് വെന്റിലേഷൻ provided in a sewer line. Okay, ഇനി എങ്ങനെയൊക്കെ നമുക്ക് വെന്റിലേഷൻസ് ഒരു സീവറിൽ കൊടുക്കാം? The first one is by using ventilating columns. നമുക്ക് ഒരു സീവറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, വെന്റിലേറ്റിംഗ് കോളംസ് പ്രൊവൈഡ് ചെയ്തിട്ട് നമുക്ക് സീവറിലുള്ള ഫൗൾ സ്മെല്ല് നമുക്ക് എന്ത് ചെയ്യാം, പുറത്തേക്ക് എമിറ്റ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് മാൻഹോൾ കവേഴ്സ്, by using ventilating manhole covers. At sufficient places in manholes ഉള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യുക, പെർഫറേറ്റഡ് manhole covers കൊടുക്കുക. അപ്പോൾ ആ manhole covers perforations through that perforations the foul smell will get exposed to the atmosphere. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, proper design of the sewer, നമ്മൾ പ്രോപ്പർ വെന്റിലേഷൻ കിട്ടുന്ന രീതിയിലുള്ള നല്ലൊരു ഡിസൈൻ സീവർ ചെയ്യുകയാണെങ്കിൽ നമുക്ക്
വെന്റിലേഷൻ കൊടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ മെക്കാനിക്കൽ ഡിവൈസസ് വെച്ചിട്ട് ഇത് എക്സോസ്റ്റ് ഫാൻസ് യൂസ് ചെയ്തിട്ട് ഈ ഫ്ലവർ സ്മെല്ല് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതും അല്ലെങ്കിൽ നമുക്ക് വെന്റിലേഷൻസ് എവിടെയൊക്കെ കൊടുക്കുക, സ്റ്റാർട്ടിംഗ് പോയിന്റ്സ് ലൈക്ക് ഹൗസ് ഡ്രെയിൻസിൽ, പബ്ലിക് സീവേഴ്സിലൊക്കെ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എവിടെയൊക്കെയാണ് ഫ്ലോർ ഗ്യാസ് എമിഷൻസ് തുടങ്ങുക, ക്രിയേഷൻസ് തുടങ്ങുക, അവിടെയൊക്കെ നമുക്ക് ഹൗസ് വെൻസ് അല്ലെങ്കിൽ സോയിൽ പൈപ്പ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗ്യാസസിനെ കറക്റ്റ്ലി എന്ത് ചെയ്യാം, അറ്റ്മോസ്ഫിയറിലേക്ക് ഇജക്ട് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആർട്ടിഫിഷ്യൽ വെന്റിലേറ്റേഴ്സ് കൊടുക്കേണ്ടി വരും. ആർട്ടിഫിഷ്യൽ വെന്റിലേഷൻ കൊടുത്ത് ബ്ലോവേഴ്സ് യൂസ് ചെയ്ത് ഫ്രഷ് എയർ സപ്ലൈ ആ ചേമ്പറിന്റെ അകത്തേക്ക് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വെന്റിലേഷൻസ് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ച് ഡിഫറെന്റ് സിസ്റ്റംസ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് വീട്ടിലുള്ള സെപ്റ്റിക് ടാങ്കിലൊക്കെ യൂസ് ചെയ്യുന്ന ചെറിയ വെന്റിലേറ്റിംഗ് ഡിവൈസസ് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. So these are all about sewer appurtenance and ventilation of sewers. Next video മുതൽ നമുക്ക് sewage characteristics നോക്കാം.